നമസ്കാരം, റിയൽ ന്യൂസ്. BJP കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബാലുശ്ശേരിയിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്തി. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ കയറിക്കൂടി രാജ്യത്തിനെതിരെ കലാപം അഴിച്ചുവിട്ട ആരും നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബാലുശ്ശേരി മുക്കിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. BJP കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബാലുശ്ശേരിയിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്തി. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ കയറിക്കൂടി രാജ്യത്തിനെതിരെ കലാപം അഴിച്ചുവിട്ട ആരും നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും വിദ്യാർത്ഥികളെ ഒഴിവാക്കുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. അവര് രാജ്യത്തിനെതിരായ മുദ്രാവാക്യം വിളിച്ചത് നമ്മൾ എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? 36 ദിവസം സമരം നടന്നു പാറ്റപ്പാട്ടിയുടെ. 33 ദിവസവും ഒരു അക്രമവും ഇല്ല. നിങ്ങൾ കണ്ടതല്ല, അവിടെ ഒരു ബഹളവും. ഈ ചങ്ങാതിയും പെങ്ങളും ആ KC വേണുഗോപാലും പിന്നെ ആ ജോൺ ബ്രിട്ടാസും മറ്റേ ആ റെയിമും എല്ലാം കൂടി മറ്റേ ഇത് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരെ പോലെ ഡൽഹിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുട്ടികളുടെ പോയി പിറ്റേത് അക്രമം, ഭീകരമായ അക്രമത്തിലായി. അപ്പൊ പോലീസ് നടപടി വേണ്ടി വന്നു. ഇവിടെ എന്താ സ്ഥിതി? കേരളത്തിൽ PSC എല്ലാ ആഴ്ചയും ചോരുകയാണ് ചോദ്യപേപ്പർ. 2 ആഴ്ച മുമ്പാണ് കേരളത്തിലെ ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നത്. നമ്മൾ ആരെങ്കിലും VD സതീശൻ രാജിവെക്കണമെന്ന് പറഞ്ഞോ? കോൺഗ്രസും ഇടത് തീവ്രവാദ സംഘടനകളും സമരത്തിൽ കയറിക്കൂടിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ റൂറൽ ജില്ലാ പ്രസിഡന്റ് T. ദേവദാസ് അധ്യക്ഷനായി. രാഷ്ട്രത്തിലെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സമയത്ത് അങ്ങനെ ചോദ്യപേപ്പർ ചോർന്നാലുണ്ടാവുന്ന പൊതുവെയുള്ള ഉയർന്നു വരുന്ന ആവശ്യം ആ പരീക്ഷ മാറ്റി നടത്തണം എന്നുള്ളതാണ്. മുഴുവൻ യുവജന സംഘടനകളും ഒരുപക്ഷെ പ്രക്ഷോഭം നടത്തുമാറുണ്ടായിരുന്നത് ആ പരീക്ഷ മാറ്റി നടത്തണം എന്നുള്ള ആവശ്യത്തിനായിരുന്നു. പക്ഷെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ പിറ്റേ ദിവസം നമ്മുടെ ഭാരത സർക്കാർ തീരുമാനിച്ചു, ഈ കുട്ടികൾക്ക്, ഈ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അവരുടെ ഒരു വർഷം നഷ്ടപ്പെടാൻ പാടില്ല, അവരുടെ ഭാവി നശിക്കാൻ പാടില്ല. അതുകൊണ്ട് 1 മാസത്തിനുള്ളിൽ നീറ്റ് പരീക്ഷ പുനഃസംഘടിപ്പിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നമ്മൾ ഒരുക്കി. ജില്ലാ ജനറൽ സെക്രട്ടറി NP രാമദാസ് ആമുഖ ഭാഷണം നടത്തി. പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ച, അത് നടന്ന സമയത്ത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷക്കാലവും രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഒട്ടനവധി കാര്യങ്ങൾ നടത്തി ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി അവരോട് ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സമിതി അംഗങ്ങളായ VV രാജൻ, P. സത്യപ്രകാശൻ, സംസ്ഥാന മുഖ്യ വക്താവ് TP ജയചന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ NP രാമദാസ്, ഗിരീഷ് തേവള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് ME ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ സയന്റിസ്റ്റായി നിയമനം ലഭിച്ച ബാലഗോപാൽ സൗത്ത് ഇന്ത്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ തഞ്ചാലക്കുന്നുമൽ വൈഗാലക്ഷ്മി, തായ്ലൻഡിൽ വെച്ച് നടന്ന പ്രഥമ ഏഷ്യൻ ആം ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ VT ഹരിനന്ദൻ, 29ാമത് അഖിലേന്ത്യാ ഷിർട്ടോര്യു കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവ് കുമാരി നേഹ ദിൽരാജ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. അടുത്തതായി അഖിലേന്ത്യാ ഷിർട്ടോര്യു കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവ് കുമാരി. ജനറൽ സെക്രട്ടറി K. രജനീഷ് ബാബു, സംസ്ഥാന സമിതി അംഗങ്ങളായ T. ബാലസോമൻ, K. ശശീന്ദ്രൻ, ജോസ് ബാലുമണ്ണേൽ,
മേഖലാ വൈസ് പ്രസിഡന്റ് MC ശശീന്ദ്രൻ, ബാലുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷൈനി ജോഷി, ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന കാട്ടുപറമ്പത്ത്, സുമ വെള്ളച്ചാലൻകണ്ടി എന്നിവർ സംബന്ധിച്ചു. ബാലുശ്ശേരി മുക്കിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലിയിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരന്നത്. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ ഭാരവാഹികൾ, ഈ ലോകത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരുന്നത് നേതാക്കളായ ഷാൻ കട്ടിപ്പാറ, TA നാരായണൻ, CP സതീഷ്, മനോജ് നടുക്കണ്ടി, സജീവ് ജോസഫ്, ബിന്ദു ചാലിൽ, ശോഭ രാജൻ, സെക്രട്ടറിമാരായ TK റീന, ഷൈമ വിനോദ്, ഷൈമ പാച്ചുക്കുട്ടി, RM കുമാരൻ, രാജേന്ദ്രൻ കുളങ്ങര, ഗിരിജ വലിയപറമ്പിൽ, ട്രഷറർ CT ജയപ്രകാശ്, TK ബിജീഷ് കുമാർ, P സതീഷ് കുമാർ, T ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.